إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى آله وأصحابه وعلى من اتبعهم بإحسان إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ നിർബന്ധമാക്കിയതിൽ ഏറ്റവും മഹത്തായിട്ടുള്ള കർമ്മമാണ് നിസ്കാരം എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് അമലുകളിൽ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നതും നിസ്കാരത്തെ സംബന്ധിച്ചാണ്. നിർബന്ധ നിസ്കാരങ്ങൾ അതിലെന്തെങ്കിലും കുറവ് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ഐച്ഛികമായ നിസ്കാരങ്ങളിൽ നിന്നാണ് പിന്നീട് അതിന് പരിഹാരമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് ഓരോ അടിമയുടെയും പരിശോധിക്കാൻ പറയുക. അതിൽ ഐച്ഛികമായ നിസ്കാരങ്ങളിൽ ഏറ്റവും അഫ്ളലായ നിസ്കാരമാണ് രാത്രി നിസ്കാരം എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലുസ് സ്വലാത്തി ബഅദ സ്വലാത്തിൽ മക്തൂബ അസ്സലാത്തു ഫീ ജൗഫിൽ ലൈൽ. നിർബന്ധ നിസ്കാരത്തിന് ശേഷം ഏറ്റവും അഫ്ളലായിട്ടുള്ള നിസ്കാരം രാത്രിയുടെ മധ്യത്തിൽ ഒരുവൻ നിസ്കരിക്കുന്ന നിസ്കാരമാണ്, അഥവാ ഖിയാമുൽ ലൈലാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയധികം പ്രശംസിച്ചിട്ടുള്ള ആളുകളാണ് രാത്രിയിൽ ഉറക്കത്തിൽ എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കുന്ന ആളുകൾ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനോട് വളരെയധികം താല്പര്യം കാണിച്ചിരുന്നു. ഒരു കാരണത്താലും ഒഴിവാക്കാതെ അതിനെ മുറുകെ പിടിച്ചിരുന്നു. സ്വഹാബികളും അതിനോട് ഏറ്റവും അധികം യോജിച്ച് നിന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഔലിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും അടയാളമായി ചിഹ്നമായി നിലനിൽക്കുന്ന കാര്യമാണ് രാത്രിയിൽ നിസ്കരിക്കുന്നവരാവുക എന്നുള്ളത്. ഖുർആനിൽ ഹദീസിലും ധാരാളം വിശേഷണങ്ങൾ രാത്രി നിസ്കാരം നിർവഹിക്കുന്നവരെ പറ്റി നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ചിലത് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവുള്ളവരുടെ ഇൽമുള്ളവരുടെ അടയാളമായി അല്ലാഹു തആല രാത്രി നിസ്കാരത്തെ പറഞ്ഞത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അൽ-ലൈലി സാജിദൻ വഖായിമാ യഹ്ദറുൽ ആഖിറ വയർജു റഹ്മത റബ്ബിഹി ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അല്ലാഹു തആല ചോദിക്കുകയാണ്, രാത്രിയിൽ അതാ നിന്നുകൊണ്ടും സുജൂദിലായിക്കൊണ്ടും അല്ലാഹുവിന് കീഴൊതുങ്ങിക്കൊണ്ട് നിസ്കാരം നിർവഹിക്കുന്നവൻ, പരലോകത്തെ ഭയപ്പെടുന്നവൻ, അതുപോലെ തന്നെ അല്ലാഹുവിന്റെ കാരുണ്യത്തെ പ്രതീക്ഷിക്കുന്നവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയാകുമോ എന്നുള്ളത്. അറിവുള്ളവരുടെ അടയാളമാണ് അവർ രാത്രി നിസ്കരിക്കുന്നവരായിരിക്കും എന്നുള്ളത്. ഇബാദുർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന്റെ പ്രത്യേക അടിമകളുടെ വിശേഷണങ്ങൾ പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ. അവർ രാത്രി ചെലവഴിക്കുന്നത് അല്ലാഹുവിനുള്ള സുജൂദിലായിക്കൊണ്ടും നിന്ന് നിസ്കരിച്ചുകൊണ്ടുമായിരിക്കും. അതുപോലെ തന്നെ മുത്തഖീങ്ങളുടെ അടയാളം പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവർ അവരെങ്ങനെയുള്ളവരാണ്? കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. അവർ രാത്രിയിൽ വളരെ കുറച്ചു മാത്രമേ ഉറങ്ങാറുള്ളൂ. ബാക്കിയുള്ള സമയം അല്ലാഹുവിനുള്ള ഇബാദത്തിൽ അവർ ചെലവഴിക്കാറുണ്ട്. അതുപോലെ തന്നെ പ്രഭാതത്തിന് തൊട്ടു മുമ്പുള്ള സമയത്ത് അവർ ഇസ്തിഗ്ഫാറിൽ മുഴുകുന്നവരുമായിരിക്കുമെന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, രാത്രിയിൽ നിന്ന് നിസ്കരിക്കുന്ന ആളുകൾ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി മുനാജാത്ത് നടത്തുന്ന, രഹസ്യ സംഭാഷണം നടത്തുന്ന, സ്വകാര്യ സംഭാഷണം നടത്തുന്ന ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, യൻസിലു റബ്ബുനാ തബാറക വ തആല
കുല്ല ലൈലത്തിൻ ഇല السماء الدنيا حين يبقى ثلث الليل الآخر. നമ്മുടെ റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ ദിവസവും രാത്രിയിൽ അവസാനത്തെ മൂന്നിലൊന്നാകുമ്പോൾ ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും. യഖൂൽ, എന്നിട്ട് ചോദിക്കും, മൻ യദ്ഊനി ഫഅസ്തജീബ ലഹ്, എനിക്ക് ഉത്തരം ചെയ്യാൻ വേണ്ടി ആരാണ് എന്നോട് ദുആ ചെയ്യാനുള്ളത്? മൻ യസ്അലുനി ഫഅഅതിയഹ്, ആരാണ് എന്നോട് ചോദിക്കാനുള്ളത്? എനിക്ക് അവന് നൽകാൻ വേണ്ടി ആരാണ് ചോദിക്കാനുള്ളത്? മയ്യസ്തഗ്ഫിറുനി ഫഗ്ഫിറ ലഹ്, എനിക്ക് പാപങ്ങൾ പൊറുക്കാൻ ആരാണ് എന്നോട് ഇസ്തിഗ്ഫാർ തേടാനുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. ആ സമയത്ത് അല്ലാഹുവിന് മുമ്പിൽ നിന്ന് നിസ്കരിക്കുന്ന ഈ കാര്യങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു വ്യക്തി അല്ലാഹുവിനോട് മുനാജാത്ത് ലഭിക്കുന്ന വ്യക്തിയാണ്. അത് രാത്രി നിസ്കാരക്കാരാണ്. അതുപോലെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും അടുത്തിട്ടുള്ള അല്ലാഹുവിന്റെ ഖുർബത്ത് ലഭിക്കുന്ന ആളുകൾ അത് രാത്രി നിസ്കരിക്കുന്ന ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖ്റബു മാ യകൂനു റബ്ബ് മിനൽ അബ്ദി ഫീ ജൗഫിൽ ലൈലിൽ ആഖിർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരടിമയുടെ ഏറ്റവും അടുക്കുന്ന സമയമെന്ന് പറഞ്ഞാൽ രാത്രിയുടെ അവസാനത്തെ മൂന്നിലൊന്നിന്റെ ആ ഭാഗത്താണ്. എന്നിട്ട് പറഞ്ഞു, ഫൈനിസ്തതഅത അൻ തകൂന മിമ്മൻ യദ്കുറുല്ലാഹ് ഫീ തിൽക അസ്സാഅ ഫകുൻ. ആ സമയത്ത് അള്ളാഹുവിനെ ഓർക്കുന്നവനാകാൻ, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നവനാകാൻ നിനക്ക് സാധിക്കുമെങ്കിൽ നീ ആവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതുപോലെ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന ആളുകൾ, അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കുന്ന ആളുകൾ അത് രാത്രി നിസ്കരിക്കുന്ന ആളുകളായി എണ്ണി പറഞ്ഞത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞു, ഇന്നല്ലാഹു യുഹിബ്ബു സലാസൻ, മൂന്ന് കൂട്ടരെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു. ആ മൂന്ന് കൂട്ടരെ പറയുന്നിടത്ത് ഒരാളെ പറ്റി പറഞ്ഞു, റജുലുൻ യുസാഫിർ മഅ ഖൗമിൻ, ഒരു കൂട്ടം ആളുകളോടൊപ്പം യാത്ര ചെയ്യുന്ന ഒരുവൻ. ഫദ്ലജു ഹത്താ ഇദാ കാനൂ മിൻ ആഖിറിൽ ലൈൽ, അങ്ങനെ അവർ രാത്രി മൊത്തം യാത്രയിലായിരുന്നു. അങ്ങനെ യാത്രയുടെ അവസാനമായി വഖഅ അലൈഹിമുൽ ഖറാ വന്നുആസ് ഫദറബു റൂസഹും, അവർക്ക് ക്ഷീണം വരുന്നുണ്ട്, ഉറക്കം തൂങ്ങുന്നുണ്ട്, അങ്ങനെ വീണു പോകുന്നുണ്ട്. അങ്ങനെ ആ യാത്രയിൽ ആ സംഘം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ വ്യക്തി തുമ്മ ഖാമ, ആ രാത്രിയുടെ അവസാനത്തിൽ അവൻ എഴുന്നേറ്റു. ഫതതഹറ, അവൻ വുദു എടുത്തു. റഹ്ബതൻ ലില്ലാഹ് വറഗ്ബതൻ ലിമാ ഇൻദഹു, അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയത്താൽ അല്ലാഹുവിന്റെ അടുക്കലുള്ള പ്രതിഫലം പ്രതീക്ഷിച്ച് അവൻ ആ സമയത്തും നിന്ന് നിസ്കരിക്കുന്നവനാണ്. അങ്ങനെയുള്ളവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു. അതുപോലെ സഹോദരങ്ങളെ, ഖുർആൻ ഏറ്റവും നല്ല രീതിയിൽ ഫിഖ് ലഭിക്കുന്നവൻ, ഖുർആനിൽ അവഗാഹം ലഭിക്കുന്നവൻ രാത്രി നിസ്കരിക്കുന്ന ആളുകളാണ്. അല്ലെങ്കിൽ രാത്രി നിസ്കാരം അതിനൊരു കാരണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലെ രാത്രി നിസ്കാരം നിർബന്ധമാക്കിക്കൊണ്ട് പറഞ്ഞു, ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വഅഖ്വമു ഖീല, രാത്രിയിൽ നിന്ന് നിസ്കരിക്കുക എന്നുള്ളത് ഖൽബിന് സ്ഥിരത ലഭിക്കുന്നതും ഏറ്റവും നേരായിട്ടുള്ള വാക്ക് നൽകുന്നതുമാണെന്ന് പറഞ്ഞു. വഅഖ്വമു ഖീല എന്ന വാക്കിനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചത് കാണാം, ഹുവ അജ്ദറു അൻ യഫ്ഖഹ ഫിൽ ഖുർആൻ. ആ അഖ്വമു ഖീല കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആനിനെ ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാക്കാൻ, ഖുർആനിൽ അവഗാഹം നേടാൻ യോഗ്യനായിട്ടുള്ളവൻ ആ രാത്രി നിസ്കരിക്കുന്നവനാണെന്ന്. സഹോദരങ്ങളെ, നാം മുറുകെ പിടിക്കേണ്ട ഒരു ഇബാദത്താണത്. നോക്കൂ, ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ വാക്ക്. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ മുഹമ്മദ്, ഏ മുഹമ്മദ്, ഷറഫുൽ മുഅ്മിനി ഖിയാമുൽ ലൈൽ, ഒരു മുഅ്മിനിന്റെ ഷറഫ് എന്ന് പറഞ്ഞാൽ, അവന്റെ ഈമാനിന്റെ ഷറഫ് എന്ന് പറഞ്ഞാൽ രാത്രിയിൽ നിന്ന് നിസ്കരിക്കുകയാണ്, അവന്റെ രാത്രി നിസ്കാരമാണ് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ മുൻകഴിഞ്ഞു പോയ സ്വാലിഹീങ്ങളുടെ അടയാളമായിരുന്നു അത്, സ്വാലിഹീങ്ങളുടെ ശീലമായിരുന്നു അത്, അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ലക്ഷണമായിരുന്നു അത്, പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണത്. പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ, പാപങ്ങളിൽ നിന്ന് സുരക്ഷിതമായി തീരാൻ ഒരുവൻ മുറുകെ പിടിക്കേണ്ട ഇബാദത്താണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക്കും ബിഖിയാമിൽ ലൈൽ, രാത്രി നിസ്കാരത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക, അത് നഷ്ടപ്പെടുത്താൻ നിങ്ങൾ മുറുകെ പിടിക്കുക. ഫഇന്നഹു ദഅബുസ് സ്വാലിഹീന ഖബ്ലകും, നിങ്ങളുടെ മുൻപുള്ള ആളുകളുടെ, സ്വാലിഹീങ്ങളായ ആളുകളുടെ ശീലമായിരുന്നു അത്. വഹുവ ഖുർബത്തുൻ ലക്കും ഇലാ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിലേക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന അടുപ്പമാണത്. വമുകഫിറത്തുൽ ലിസ്സയ്യിആത്ത്, പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണത്. വമൻഹാതുൻ അനിൽ ഇസ്മ, പാപങ്ങളെ തൊട്ട് തടയുന്ന കാര്യമാണത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ദിവസങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇതിന്റെ വില നമ്മൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അതിനെക്കുറിച്ച് നാം പൊട്ടിക്കരയുമായിരുന്നു. അതേ സഹോദരങ്ങളെ, ഇനിയുള്ള രാത്രികളെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇബാദത്ത്
ഇബാദത്തിന് വേണ്ടി സമയം മാറ്റിവെക്കാൻ നാം തയ്യാറാവണം. രാത്രി നിസ്കാരത്തെ മുറുകെ പിടിക്കുന്ന ആളുകളായി നാം മാറണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു. ഇബാദല്ലാഹ് തഖുല്ലാഹ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ സൃഷ്ടിക്കുകയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും കൃത്യമായിട്ടുള്ള ഭ്രമണപഥത്തിലൂടെ സഞ്ചരിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ വ്യത്യസ്ത കാലങ്ങളും സമയങ്ങളും നിർണയിച്ചിട്ടുണ്ട്. അഥവാ കാലാവസ്ഥകളും അതനുസരിച്ച് മാറുന്നുണ്ട്. ഭൂമിയിലുണ്ടാകുന്ന കാലാവസ്ഥകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് ഷിതാവും സൈഫും, അഥവാ ശൈത്യകാലവും വേനൽക്കാലവും. ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് മറ്റുള്ള കാലാവസ്ഥകളെല്ലാം നിൽക്കുന്നത്. ഇതാ നമ്മൾ ശൈത്യകാലത്തിലേക്ക്, ഷിതായിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ മുൻഗാമികൾ, സലഫുസ് സാലിഹീങ്ങൾ, മുഅ്മിനീങ്ങൾ, അവർ ഷിതാ വന്നാൽ സന്തോഷിക്കുമായിരുന്നു. ശൈത്യകാലം വന്നാൽ അവർ കൂടുതൽ സന്തോഷിക്കുമായിരുന്നു. എന്താണ് അതിന് കാരണം? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് കാണാം, അശ്ശിതാഉ ഗനീമത്തുൻ ലിൽ ആബിദീൻ. ശൈത്യകാലം എന്നുള്ളത് ആബിദീങ്ങൾക്ക്, അള്ളാഹുവിനെ അതിയായി ആരാധിക്കുന്ന ആളുകൾക്ക് വളരെ വിലപിടിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള സമയമാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, മർഹബൻ ബിശ്ശിതാ. ഷിതാ ആയി കഴിഞ്ഞാൽ പറയാറുണ്ട് മർഹബൻ, സ്വാഗതം ഷിതാഇന്. തതനസ്സലു ഫീഹിൽ ബറക. അതിലതാ ബറക്കത്ത് ഇറങ്ങുന്നു. എങ്ങനെയാണത്? വയതൂലു ഫീഹിൽ ലൈലു ലിൽ ഖിയാം. അതിന്റെ രാത്രി ദൈർഘ്യമേറിയതാണ്, രാത്രി നിസ്കരിക്കാൻ വേണ്ടി. വയഖ്സുറു ഫീഹിൻ നഹാർ ലിസിയാം. പകൽ ദൈർഘ്യം കുറഞ്ഞതാണ്, സുന്നത്തായ ഐച്ഛികമായ നോമ്പ് നോൽക്കാൻ വേണ്ടി. അതേ സഹോദരങ്ങളെ, രാത്രി നിസ്കാരം പോലെയുള്ള ഇബാദത്തുകൾ നിർവഹിക്കാൻ ഏറ്റവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുയോജ്യമാക്കി തന്നിട്ടുള്ള, അല്ലെങ്കിൽ സുദീർഘമായി നിർവഹിക്കാൻ നമുക്ക് ആവശ്യമുള്ള ഉറക്കം ലഭിച്ചാലും രാത്രിയിലെ സമയം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് ശൈത്യ കാലഘട്ടം എന്നുള്ളത്. അതുപോലെ തന്നെ പകലിൽ നല്ല കാലാവസ്ഥയും അതുപോലെ തന്നെ സമയം കുറവുമായി കൊണ്ട് ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് ശിതായിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഇബാദത്തുകൾ ഏറ്റവും വർദ്ധിപ്പിക്കാനുള്ള സമയമാണ്. ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം, നിഅമ സമാനുൽ മുഅ്മിന ശിതാ. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന് വളരെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാലമാണ് ശിതാ എന്നുള്ളത്. ലൈലുഹു ത്വീലുൻ യഖൂമുഹു. അതിന്റെ രാത്രി ദൈർഘ്യമേറിയതാണ്, അവന് നിന്ന് നിസ്കരിക്കാം. വനഹാറുഹു ഖസീറുൻ യസൂമുഹു. അതിന്റെ പകൽ ദൈർഘ്യം കുറഞ്ഞതാണ്, അവന് സുന്നത്തായ ധാരാളം നോമ്പുകൾ നോൽക്കാനും സാധിക്കും. സഹോദരങ്ങളെ, നാം ചിന്തിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ നമുക്കുള്ള അവസരം ഒരുക്കി തന്നിരിക്കുന്നു. ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് രാത്രി നമ്മൾ നിസ്കരിക്കുക? എപ്പോഴാണ് ഇബാദത്ത് നാം ആരംഭിക്കുക? എപ്പോഴാണ് ദൈർഘ്യമേറിയ നിസ്കാരത്തിലേക്ക് നാം പ്രവേശിക്കുക? സഹോദരങ്ങളെ, ഈ അവസരത്തെ മുതലെടുക്കുക. ഇത് തുടങ്ങാത്തവർ, അല്ലെങ്കിൽ രാത്രി നിസ്കാരം ശീലമില്ലാത്തവർ അത് ആരംഭിക്കാനുള്ള ഏറ്റവും ഉത്തമ സമയമായി ഇതിനെ തെരഞ്ഞെടുക്കുക. അത് ശീലമുള്ളവർ അതിനെ ദൈർഘ്യം കൂട്ടാൻ വേണ്ടി ദീർഘിച്ച ഖുർആൻ പാരായണത്തിലും സുജൂദിലുമായി സമയം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഈ ഷിതാഇനെ ഉപയോഗപ്പെടുത്തുക. അത് ഷിതാകൾ നമ്മുടെ ജീവിതത്തിൽ ശൈത്യകാലം ഒരുപാട് കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ നമുക്ക് നിർവഹിക്കാൻ പോകാതെ നഷ്ടപ്പെട്ടു പോയ ഒരുപാട് ഇബാദത്തുകളുമുണ്ട്. ഇനി എത്ര കാലം ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല. പക്ഷെ ഇനിയുള്ള കാലം സഹോദരങ്ങളെ നാം അത് ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രി നിസ്കരിക്കുന്ന, ഐച്ഛികമായ നോമ്പ് നോൽക്കുന്ന, അള്ളാഹുവിനെ ധാരാളം ഇബാദത്ത് ചെയ്യുന്ന, ഫർളും നഫ്ലുമായ കർമ്മങ്ങൾ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുന്ന, അള്ളാഹുവിന്റെ ഇഷ്ടം നേടുന്ന യഥാർത്ഥ സ്വാലിഹീങ്ങളായ അടിമകളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين. الله أكبر. الله